ഇൻഫോ സയൻസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹയർ സെക്കൻഡറി ഫിസിക്സ് ലാബിലെ സിമ്പിൾ പെൻഡുലം എന്ന എക്സ്പെരിമെൻ്റ് ആണ്. ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഈ സിമ്പിൾ പെൻഡുലം. അവിടെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ വരുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സമയത്തും ഏകദേശം ഒരു 9.8 9.7 ആ ഒരു വാല്യൂ അടുപ്പിച്ചായിരിക്കും നമുക്ക് അവിടെ വാല്യൂസ് കിട്ടേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ സിമ്പിൾ പെൻഡുലം ഏറ്റവും ഈസിയായ രീതിയിൽ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻ്റ് എയിം നോക്കാം. ഹിയർ the aim of the experiment. Aim of the experiment is to verify the relation between length and the time period of a simple pendulum. തന്നിട്ടുള്ള സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലെങ്തും അതുപോലെ തന്നെ ടൈം പീരീഡും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ഏകദേശം കോൺസ്റ്റൻറ്റ് വാല്യൂസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതൊന്ന് വെരിഫൈ ചെയ്യണം. നെക്സ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് ടു ഡിറ്റർമിൻ ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദാറ്റ് പ്ലേസ്. അപ്പോൾ നമ്മൾ ആ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു പ്ലേസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുക. ഈ രണ്ട് എയിംസാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ ചെയ്യാനുള്ളത്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ apparatus required for this experiment. ഈ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് മെയിൻലി ആവശ്യമുള്ള സ്റ്റോപ്പ് വാച്ച്, ദെൻ ഒരു സിമ്പിൾ പെൻഡുലം, ദെൻ എ മീറ്റർ സ്കെയിൽ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. ഈ സിമ്പിൾ പെൻഡുലം എന്ന അപ്പാരറ്റസിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടാവും, ഒരു സ്ട്രിങ് കാണും. സ്ട്രിങ്ങിൻ്റെ എൻഡിൽ നമ്മളൊരു വെയിറ്റ് അറ്റാച്ച് ചെയ്തിരിക്കും. ഒരു ബോബായിരിക്കും, സർക്കുലർ സ്പെറിക്കൽ ബോളായിരിക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സിമ്പിൾ പെൻഡുലം എന്ന എക്സ്പെരിമെൻറ്റിന് ആവശ്യമായ അപ്പാരറ്റസ്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ തിയറി ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ്. ഇവിടെ നമ്മൾ പറഞ്ഞു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ G is equal to 4π² into L/T², where L is the length of the pendulum and T is the time period of oscillation. ഇത് രണ്ട് നമ്മൾ എക്സ്പെരിമെൻറ്റ് വഴി കണ്ടെത്തും. ലെങ്ത് ഓഫ് ദ പെൻഡുലം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ദെൻ പീരീഡ് ഓഫ് ഓസിലേഷൻസ് നമ്മൾ സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്ത് കണ്ടെത്തുന്നതായിരിക്കും. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒബ്സർവേഷൻ കോളം നോക്കാം. ഫസ്റ്റ് വരുന്നത് റേഡിയസ് ഓഫ് ദ ബോബാണ്. നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു സ്പെറിക്കൽ ബോളിൻ്റെ റേഡിയസ് അവിടെ 1 സെൻറ്റിമീറ്ററാണ് നമ്മൾ എടുക്കുന്നത്. ദെൻ കോളത്തിൽ ഫസ്റ്റ് വരുന്ന ട്രയൽ നമ്പേഴ്സാണ്. നമ്മൾ 5 ട്രയൽസിനായിരിക്കും ഒരു എക്സ്പെരിമെൻറ്റിലൂടെ റിപ്പീറ്റ് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ്ലി ലെങ്ത് ഓഫ് ദ പെൻഡുലം. അപ്പോൾ 5 ഡിഫറൻറ്റ് ലെങ്ത്സിനായിരിക്കും നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ കണ്ടക്ട് ചെയ്യുന്നത്. സെൻറ്റിമീറ്റേഴ്സിലാണ് ഇപ്പോൾ നമ്മൾ ലെങ്ത് എഴുതിയിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ മീറ്റേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യും. തേർഡ് കോളം വരുന്ന ടൈം ഫോർ 20 ഓസിലേഷൻസ് ആണ്. സിമ്പിൾ പെൻഡുലം എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം 20 ടൈംസ് അതിനൊന്ന് ഓസിലേറ്റ് ചെയ്യിപ്പിച്ച് നോക്കണം. ആ ഒരു സമയത്തുള്ള സ്റ്റോപ്പ് വാച്ചിലെ ടൈം പീരീഡ് നോട്ട് ചെയ്തെടുക്കണം. 50 സെൻറ്റിമീറ്ററിന് ലെങ്ത് ഫിക്സ് ചെയ്തതിന് ശേഷം 2 ട്രയൽസ് എടുത്ത് നോക്കും. അതിൻ്റെ മീൻ വാല്യൂ ആയിരിക്കും നമ്മളവിടെ റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ പീരീഡ് ഓഫ് ഓസിലേഷൻസ് ക്യാപിറ്റൽ T ആണ്. ദെൻ സ്മോൾ t ഡിവൈഡ് ബൈ 20, അതായത് ദാറ്റ് ഇസ് ടൈം ഫോർ 20 ഓസിലേഷൻസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻസ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ പീരീഡ് ഓഫ് ഓസിലേഷൻസ് കിട്ടും, ക്യാപിറ്റൽ T കിട്ടും. അടുത്ത കോളം വരുന്ന അതിൻ്റെ സ്ക്വയർ ആണ്. ഈ കിട്ടിയ പീരീഡിൻ്റെ സ്ക്വയർ എടുക്കുക. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ലെങ്ത് കൊണ്ട്, ലെങ്താണ് L എന്ന് പറയുന്നത്, ലെങ്ത് L ഈ ഒരു ടൈം പീരീഡിൻ്റെ സ്ക്വയർ വെച്ച് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ആ ഒരു സമയത്ത് നമുക്കവിടെ L/T² കിട്ടും. അപ്പോൾ ഈ ഒരു കോളത്തിൽ വെച്ചിട്ടാണ് നമ്മൾ L/T² വാല്യൂ കോൺസ്റ്റൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റ് പ്രൊസീജിയറിലോട്ട് കിടക്കാം. അപ്പോൾ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എക്സ്പെരിമെൻറ്റ് സെറ്റപ്പ് എല്ലാം അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പാരറ്റസ് എല്ലാം ക്ലിയർ ആയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. എക്സാമിനേഷന് പോകുമ്പോൾ എപ്പോഴും ആദ്യം ശ്രദ്ധിക്കേണ്ടത് അപ്പാരറ്റസ് എല്ലാം ഏത് എക്സ്പെരിമെൻ്റ് ആണ്, ഏത് അപ്പാരറ്റസ് യൂസ് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ കറക്റ്റായിട്ട് എല്ലാം നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സിമ്പിൾ പെൻഡുലത്തിന് ആവശ്യമായ അപ്പാരറ്റസ് എല്ലാം എടുത്ത് അറേഞ്ച് വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റാൻഡിൽ നമ്മളൊരു ബോബ് സ്ട്രിങ്ങിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മീറ്റർ സ്കെയിലും എടുത്തിട്ടുണ്ട്. എക്സ്പെരിമെൻറ്റിൻ്റെ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ സ്റ്റോപ്പ് വാച്ച് ക്ലിയർ ആക്കി വയ്ക്കുക. അതിനുശേഷം ലെങ്ത് ഓഫ് ദ പെൻഡുലം ഈക്വൽ ടു 50 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ഒരു പോയിൻ്റോട്ടാണ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്കിവിടെ ആ ഒരു ബോബിൻ്റെ സെൻറ്റർ മുതൽ നമ്മുടെ ഒരു സ്ട്രിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റാൻഡിൽ സ്ട്രിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു റീജിയൻ വരെയുള്ള ലെങ്താണ് L എന്ന് പറയുന്നത്. ആ ഒരു ബോബിൻ്റെ റേഡിയസ് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ ആ 1 സെൻറ്റിമീറ്റർ തൊട്ട് എന്ത് ചെയ്യുക, ആ ഒരു സ്ട്രിങ് വരെ ലെങ്ത് അവിടെ 50 സെൻറ്റിമീറ്റർ ആണ് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് എടുക്കുക. ഇത് മുതൽ ഇതുവരെ ലെങ്ത് L എന്ന് എടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ സ്കെയിൽ വെച്ച് കറക്റ്റ് അതിനെ 50 സെൻറ്റിമീറ്റർ ആണോ എന്ന് നോക്കുക. 50 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് 50 സെൻറ്റിമീറ്റർ ആക്കുക. അതിനുശേഷം സ്കെയിൽ അവിടെ നിന്ന് റിമൂവ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ബോബ് 50 സെൻറ്റിമീറ്ററിലാണ് ഇരിക്കുന്നത്. ആ ലെങ്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഇപ്പോഴത്തെ ലെങ്ത് 50 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് ഓസിലേഷൻസിനായിട്ട് നമ്മുടെ സ്റ്റോപ്പ് വാച്ചൊക്കെ സെറ്റ് ചെയ്ത് ക്ലിയർ ആക്കി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടാബുലാർ കോളം. ടാബുലാർ കോളത്തിൽ ഫസ്റ്റ് നമുക്ക് 50 സെൻറ്റിമീറ്റർ സെറ്റ് ചെയ്തു. 50 സെൻറ്റിമീറ്റർ ലെങ്ത് വെച്ചതിന് ശേഷം 20 ഓസിലേഷൻസിന് വേണ്ട ടൈം പീരീഡാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സിമ്പിൾ പെൻഡുലം ഒന്ന് വലിച്ചു വിടുന്ന സമയത്ത് സ്റ്റോപ്പ് വാച്ചും ഓൺ ചെയ്യുക.
അപ്പോൾ ഇപ്പോൾ നമുക്ക് 20 ഓസിലേഷൻസ് ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഇപ്പോൾ ഒന്ന് ഓഫ് ചെയ്യുക. സ്റ്റോപ്പ് വാച്ച് ഓഫ് ചെയ്തതിന് ശേഷം ടൈം പീരീഡ് എത്രയാണെന്ന് നോക്കുക. നമുക്ക് 20 ഓസിലേഷൻസ് കറക്റ്റ് അവിടെ കൗണ്ട് ചെയ്തെടുക്കണം. 20 ഓസിലേഷൻ അങ്ങോട്ട് ഇങ്ങോട്ട് മാറാൻ പാടില്ല. കറക്റ്റ് 20 ഓസിലേഷൻസിനാണ് വേണ്ടത്. അപ്പോൾ 20 ഓസിലേഷൻ ആവുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് വാച്ച് ഓഫ് ചെയ്യുക. അപ്പോൾ പെൻഡുലം മൂവ് ചെയ്തതിന് കുഴപ്പമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പെൻഡുലത്തിനെ പിടിച്ച് നിർത്തുക എന്നതല്ല. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ആ ഒരു സ്റ്റോപ്പ് വാച്ച് ഓഫ് ചെയ്ത് 20 ഓസിലേഷൻസിന് വേണ്ട ടൈം പീരീഡ് നോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 20 ഓസിലേഷന് വേണ്ടി ടൈം പീരീഡ് ചെയ്ത് 29 സെക്കൻഡ്സ് എന്നാണ്. അപ്പോൾ 29 സെക്കൻഡ്സ് നമ്മളിവിടെ കറക്റ്റായിട്ട് ആ ടേബിൾ കോളത്തിൻ്റെ ഫസ്റ്റിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രയലാണ് ചെയ്തത്. ആ ഒരു ടൈം ഫോർ 20 ഓസിലേഷൻസിൻ്റെ ഫസ്റ്റ് കോളാണ് നമ്മളിപ്പോൾ ഫില്ല് ചെയ്ത് 29 സെക്കൻഡ്സ് എന്ന്. ഇനി ഇതേ 50 സെൻറ്റിമീറ്റർ വെച്ചുകൊണ്ട് തന്നെ, ഇതേ ലെങ്ത് വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, അടുത്ത് സെക്കൻഡ് ട്രയൽ കൂടി അവിടെ ചെയ്ത് നോക്കണം. ആ ഒരു ടൈം പീരീഡ് നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ ആ സെക്കൻഡ് കോളത്തിൽ നമുക്ക് അവിടെ നോട്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം അതിൻ്റെ മീൻ എടുത്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പീരീഡ് ടി ഈസ് ഈക്വൽ ടു സ്മോൾ ടി ഡിവൈഡ് ബൈ 20 ചെയ്യേണ്ടത്. ഇനി ഇതേപോലെ തന്നെ അടുത്ത 60 സെൻറ്റിമീറ്ററിനും 70 സെൻറ്റിമീറ്ററിനും 80 സെൻറ്റിമീറ്ററിനും 90 സെൻറ്റിമീറ്ററിനും കൂടി എന്ത് ചെയ്യുക, എക്സ്പീരിയൻസ് 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുന്ന സമയം നമുക്ക് ആ ഒരു ടേബിൾ കോളം കംപ്ലീറ്റ് ഫില്ലാവും. നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് ആ ഒരു 50 സെൻറ്റിമീറ്ററിൻ്റെ ഫസ്റ്റ് ട്രയൽ മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. ഇത് നമുക്ക് ടേബിൾ കോളത്തിൽ ഒബ്സർവേഷനിലോട്ട് പോവാം. നമ്മൾ എക്സ്പെരിമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മുടെ ടേബിൾ കോളം ഇതുപോലെയായിരിക്കും നമുക്ക് ഫില്ലായി കിട്ടുന്നത്. അതായത് 50 സെൻറ്റിമീറ്ററിന് 2 ടൈംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 60ക്കും അതുപോലെ തന്നെ 70ക്കും 80ക്കും 90ക്കും നമ്മൾ 2 ടൈംസ് ആ ഒരു എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മീൻ വാല്യൂസ് എടുക്കുക. മീൻ വാല്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 2 ട്രയൽസ് റിപ്പീറ്റ് ചെയ്തു. അതായത് ഫസ്റ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 50 സെൻറ്റിമീറ്ററിന് നമുക്ക് ആദ്യം കിട്ടി 29.1 എന്നും സെക്കൻഡ് കിട്ടി 29.1 എന്നുമാണ്. അപ്പോൾ അതിൻ്റെ മീൻ വാല്യൂ കിട്ടുന്നത് രണ്ടും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഡിവൈഡ് ബൈ 2 എടുക്കുക. ദാറ്റ് ഈസ് 29.1 എന്നായിരിക്കും കിട്ടുന്നത്. അത് നമുക്ക് 31 എന്നാണ് കിട്ടിയത്. ദെൻ 33, 35.9 ആൻഡ് 38.1 എന്നാണ് അവിടെ ടൈം ഫോർ 20 ഓസിലേഷൻസ് കിട്ടിയത്. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൻ്റെ ടൈം പീരീഡ് ഡിറ്റർമിൻ ചെയ്യുക. ടൈം പീരീഡ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ദാറ്റ് ഈസ് ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു സ്മോൾ ടി ഡിവൈഡ് ബൈ 20 ആണ്. അതായത് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടിയ മീൻ വാല്യൂ ആണ് ടി എന്ന് പറയുന്നത്. 29.1 ആണ് 50 സെൻറ്റിമീറ്ററിന് കിട്ടിയത്. അപ്പോൾ അതിനെ ഡിവൈഡ് ബൈ 20 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1.46 എന്നായിരിക്കും കിട്ടുന്നത്. ഈ 1.46 ആണ് അവിടെ പീരീഡ് ഓഫ് ഓസിലേഷൻസ് എന്ന് പറയുന്നത് ഫോർ ദ 50 സെൻറ്റിമീറ്റർ. ഇനി അതുപോലെ 60 സെൻറ്റിമീറ്ററിനും 70ക്കും 80ക്കും 90ക്കും ഇതേ പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. അതിനുശേഷം ഈ കിട്ടിയ ടൈം പീരീഡിൻ്റെ സ്ക്വയർസ് എടുക്കുക. അപ്പോൾ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് അവിടെ ഫസ്റ്റ് കേസിൽ 50 സെൻറ്റിമീറ്ററിന് 2.13 എന്നാണ് കിട്ടുന്നത്. സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ദെൻ 60ക്ക് ആകുമ്പോൾ 2.40, 70ക്ക് ആകുമ്പോൾ 2.72 സെക്കൻഡ് സ്ക്വയർ ആൻഡ് 80ക്ക് ആവുന്ന സമയത്ത് 3.2 സെക്കൻഡ് സ്ക്വയർസ് എന്നാണ് കിട്ടുന്നത്. ആൻഡ് 90ക്ക് 3.6 സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടുന്നുണ്ട്. ഈ കിട്ടിയ ടി സ്ക്വയർ വാല്യൂസ് ആണ് നമ്മൾ ഫസ്റ്റ് ലെങ്ത് ഓഫ് ദ പെൻഡുലം L വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് L 50 ആണ്. അപ്പോൾ 50 ഡിവൈഡ് ബൈ 2.13 ചെയ്യുക. ആ ഒരു സമയത്ത് നമുക്ക് 23.4 എന്നായിരിക്കും കിട്ടുന്നത്. ദെൻ 60 ഡിവൈഡ് ബൈ 2.40 ചെയ്യുന്ന സമയത്ത് 25 എന്ന് കിട്ടുന്നുണ്ട്. 70 ഡിവൈഡ് ബൈ 2.72 എന്ന് പറയുന്ന സമയത്ത് 25.7 ആണ്. ആൻഡ് 80 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 80 ഡിവൈഡ് ബൈ 3.2 25 ആൻഡ് 90 ഡിവൈഡ് ബൈ 3.6 25. അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും ഈ ഒരു കോളത്തിൽ വരേണ്ടത് 25 എന്നുള്ളൊരു വാല്യൂ ആണ് കോൺസ്റ്റൻ്റ് ആയിട്ട് വരേണ്ടത്. അപ്പോൾ 25 വന്നാലാണ് നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 9.8 എന്ന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ എറേഴ്സോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ടൈം നോക്കുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ 23.4 എന്നോ അല്ലെങ്കിൽ 25.7 എന്നോ കൂടുകയൊക്കെ ചെയ്യാൻ വരാം. എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു മിസ്റ്റേക്ക് അല്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, മാക്സിമം 25 തന്നെ ആ ഒരു വാല്യൂ കിട്ടാൻ ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യുക, ഒന്നുകൂടി ഒന്ന് ആ ഒരു ടൈം ആ ഒരു ലെങ്ത് റിപ്പീറ്റ് ചെയ്യുക. ഇപ്പോൾ 50ക്കാണ് എനിക്ക് അവിടെ 23.4 വന്നത്. എന്ത് ചെയ്യുക, ഒന്നുകൂടി ഒന്ന് ആ ഒരു എക്സ്പെരിമെൻറ്റ് 50ക്ക് വേണ്ടി ചെയ്ത് നോക്കുക. നമുക്ക് അവിടെ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് 25 വന്ന് വരുത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് എന്ത് കിട്ടും, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 9.8 കിട്ടും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, L/T² വാല്യൂ എന്ത് ചെയ്യണം, അവിടെ നമുക്ക് കറക്റ്റായിട്ട് 25 ആണ് കിട്ടുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളോട് നമ്പേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യണം, ഒന്നുകൂടി ആ ഒരു എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അവിടെ 25 കിട്ടുന്നവരെ ഒന്ന് എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. ആ ഒരു സമയത്ത് നമുക്ക് അവിടെ L/T² വാല്യൂ കോൺസ്റ്റൻ്റ് എന്ന് പ്രൂവ് ചെയ്യാനും പറ്റും. മീൻ L/T² എടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ 25 cm/s തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒബ്സർവേഷൻ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ മെയിൻലി നമ്മൾ നോക്കേണ്ട കാര്യം ഈ ഒരു L/T² വാല്യൂ 25 ആണ് കിട്ടുന്നതെന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ കാൽക്കുലേഷനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷനിൽ നമുക്ക് മീൻ L/T² വാല്യൂസാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എനിക്ക് മീൻ L/T² വാല്യൂ 24.8 cm/s എന്നാണ് കിട്ടിയത്. ആൻഡ് സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. 24.8 × 10⁻² m/s². സെൻറ്റിമീറ്ററിന് മീറ്ററിലോട്ട് മാറ്റുമ്പോൾ × 10⁻² ആണ് കൊടുക്കേണ്ടത്. ദെൻ ഞാൻ ഇത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ജിയുടെ ഇക്വേഷൻ വരുന്നത് G = 4π² × L/T² ആണ്.
24.8 ഇൻറ്റു 10⁻² വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ എനിക്കിവിടെ കിട്ടിയ വാല്യൂ 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ്. ഈ ഒരു വാല്യൂ വലിയൊരു മിസ്റ്റേക്കുള്ള വാല്യൂ അല്ല, ജസ്റ്റ് എന്നാലും 9.8 വരെ തന്നെ നമുക്ക് അവിടെ കറക്റ്റ് കിട്ടേണ്ടതാണ്. അത് ആ ഒരു 23.4 വന്നതുകൊണ്ടാണ് ആ ഒരു മിസ്റ്റേക്ക് എനിക്ക് അവിടെ വന്നത്. അപ്പോൾ ഇതുപോലത്തെ മിസ്റ്റേക്ക് വരാതിരിക്കാൻ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് ആ 9.8 തന്നെ എഴുതുക. 9.8 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കറക്റ്റായിട്ട് എന്ത് കിട്ടും, ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഇൻ കേസ് നമുക്കിവിടെ ചെയ്യുന്ന സമയത്ത് 9.7 കിട്ടുന്നുള്ള എന്ത് ചെയ്യണം, 9.7 തന്നെ അവിടെ വയ്ക്കണം. കാരണം അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ വാല്യൂ 9.7 ആണ് വന്നതിന് റൗണ്ട് ചെയ്ത് 9.8 ഒന്നും ആക്കാൻ പാടില്ല. എന്താണ് കിട്ടുന്നത് അത് തന്നെ എഴുതി വയ്ക്കുക. ഇൻ കേസ് ടൈം കിട്ടുവാണെങ്കിൽ ഒന്നുകൂടി എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്ത് അവിടെ ആ 25 ആണെന്ന് കിട്ടുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഈ ഒരു കാര്യമാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. അവിടെ L/T² വാല്യൂ അത് നമ്മൾ ഈ ജിയുടെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഗ്രാഫിക്കൽ മെത്തേഡ് നോക്കാം. അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ അവിടെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് ഈ രണ്ട് ടേബിളർ കോളാണ്. ലെങ്ത് ഓഫ് ദ പെൻഡുലവും അതുപോലെ T². ലെങ്ത് ഓഫ് ദ പെൻഡുലത്തിനും T² വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഗ്രാഫ് ഡ്രോ ചെയ്യേണ്ടത്. അപ്പോൾ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇതിൻ്റെ എക്സ് ആക്സിസിലും T² വൈ ആക്സിസിൽ വെച്ചുകൊണ്ടായിരിക്കും നമ്മളിവിടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനായിട്ട് നമ്മളുടെ ഗ്രാഫ് പേപ്പർ എടുക്കുക. ഗ്രാഫ് പേപ്പർ എടുത്തിട്ട് അവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും നോട്ട് ചെയ്യുക. ദെൻ എക്സ് ആക്സിസ് 10 division = 10 cm ആൻഡ് വൈ ആക്സിസ് 10 division = 1 second square. ഇങ്ങനെ നമ്മളവിടെ യൂണിറ്റ്സ് എഴുതേണ്ടത്. ദെൻ ഇതിൽ നമ്പേഴ്സ് മാർക്ക് ചെയ്യുക. ഞാൻ വൈ ആക്സിസിൽ അവിടെ T² വാല്യൂസ് ആണ്, സോ അതെല്ലാം സെക്കൻഡ് സ്ക്വയറിലെ വാല്യൂസ് ആണ്. ആൻഡ് ഇവിടെ വരുന്നത് എക്സ് ആക്സിസിൽ വരുന്നത് 50, 60, 70 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ നമ്മൾ 0 എന്നുള്ള സ്റ്റാർട്ട് ചെയ്ത് 0 അല്ല 50 ആണ് നമ്മൾ എന്ത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 50, 60, 70, 80 അങ്ങനെയായിരിക്കും നമ്മൾ എക്സ് ആക്സിസ് വാല്യൂസ് നോട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഈ കോളംസ് നോക്കിക്കൊണ്ട് ലെങ്ത് ഓഫ് ദ പെൻഡുലം കോളംസും T² കോളം നോക്കിക്കൊണ്ട് അവിടെ എന്ത് ചെയ്യണം, ആദ്യം 50 cm കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കവിടെ T² വാല്യൂ വരുന്നത് 2.13 എന്നാണ്, അതവിടെ നോട്ട് ചെയ്യുക. അതുപോലെ 60 cm-ന് 70-ക്കും 80-ക്കും 90-ക്കും അവിടെ നോട്ട് ചെയ്യുക. അതിനുശേഷം ഈ പോയിൻറ്റ്സിനെ എല്ലാം ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് വരയ്ക്കുക. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് G = 4π² AB/BC എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഈ AB/BC എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ലൈനിൻ്റെ സ്ലോപ്പാണ്. ആ സ്ലോപ്പ് നമുക്ക് ഡിറ്റർമിൻ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കവിടെ അത് L/T² ഇക്വലൻ്റ് ആയിരിക്കും. നമ്മൾ ആ L/T² കണ്ടുപിടിച്ചതിന് ഇക്വലൻ്റ് ആണ് ഇവിടുത്തെ ഈ സ്ലോപ്പ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ എനിക്കവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ, അതായത് 4π² AB/BC ദാറ്റ് ഈസ് സ്ലോപ്പ് ഓഫ് ദ ലൈൻ, ആ ഒരു ലൈനിൻ്റെ സ്ലോപ്പ് എനിക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഗ്രാവിറ്റിയുടെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതിനായിട്ട് ആദ്യം ഇവിടെ സ്ലോപ്പ് മാർക്ക് ചെയ്യുക. നമ്മൾ സ്ലോപ്പ് ഇങ്ങനെയാണ് എടുക്കുന്നത്. നമ്മൾ സ്ലോപ്പിനായിട്ട് അവിടെ ABC എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. AB/BC ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ABയുടെ ലെങ്ത് മെഷർ ചെയ്യുക. ABയുടെ ലെങ്ത് എനിക്ക് അവിടെ 25 cm എന്നാണ് ഇടുന്നത്. 25 × 10⁻² മീറ്റർ എന്ന് മാറ്റിയിട്ടുണ്ട്. ആൻഡ് BCയുടെ വാല്യൂ എനിക്ക് അവിടെ കിട്ടുന്നത് 1 second square എന്നാണ്. അപ്പോൾ 1 second square അവിടെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ഇനി ഇതിനെ ഗ്രാവിറ്റിയുടെ ഇക്വേഷനിൽ കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് 4π² × 25 × 10⁻² / 1 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 9.86 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് നമുക്കിവിടെ ഗ്രാവിറ്റിയുടെ വാല്യൂ കിട്ടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, 25 എന്നൊരു വാല്യൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 തന്നെ കിട്ടും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ആ ഒരു നോർമൽ മെത്തേഡിൽ ചെയ്യുന്ന സമയത്തും കറക്റ്റായിട്ട് അത് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതിൻ്റെ യൂണിറ്റാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ ആ യൂണിറ്റ് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാൻ നോക്കുക. ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു വൈ ആക്സിസിൻ്റെയും എക്സ് ആക്സിൻ്റെയും ഡിവിഷൻസും കറക്റ്റായിട്ട് അവിടെ മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വി ആർ മൂവ് ടു ദ റിസൾട്ട് ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ്. ഈ ഒരു എക്സ്പെരിമെൻ്റ് റിസൾട്ട് എന്ന് പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ ലെങ്ത് ആൻഡ് ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് ഫൗണ്ട് ടു ബി എ കോൺസ്റ്റന്റ് ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ പ്ലേസ് ഈസ് ഡിറ്റർമിൻഡ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സിമ്പിൾ പെൻഡുലം എന്ന എക്സ്പെരിമെൻറ്റിൽ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. നമ്മളവിടെ ആ ഒരു ടൈം പീരീഡും ലെങ്തും കോൺസ്റ്റൻ്റ് ആണ് പ്രൂവ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്ന പ്ലേസിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും ഡിറ്റർമിൻ ചെയ്തു. നമ്മൾ രണ്ട് മെത്തേഡിൽ ഡിറ്റർമിൻ ചെയ്ത്, നോർമൽ കാൽക്കുലേഷൻ മെത്തേഡിലും അതുപോലെ തന്നെ ഈ ഒരു ഗ്രാഫിക്കൽ മെത്തേഡിലും നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. കൂടുതൽ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, താങ്ക്സ് ഫോർ വാച്ചിങ്.